Hello everyone, welcome back to our 18th episode. Today we're going to discuss something very interesting. I am Anicia Verghese, I'm the chief trainer, and this is Abdul Samad. So let's ask him what we're going to discuss today. ഓക്കെ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് MT's 18ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല ഫീഡ്ബാക്സ് ആണ്, തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഓക്കെ, നമ്മൾ വലിയ എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരം ഐഡിയാസ് കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ആക്കി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആണ് ഞങ്ങളുടെ എനർജി. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ ഫീഡ്ബാക്സുകളൊക്കെ എഴുതുക, അതോടൊപ്പം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ നേടുക. ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. MT's അക്കാദമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് MT's അക്കാദമി. ഓക്കെ, സോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാസ് എന്നുള്ള ഓക്സിലറി വെർബാണ്. ഹാസ്, ഉണ്ട്, ഉണ്ട്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാസ് ചേർക്കുന്നത്. ഹി, ഷീ, ഇറ്റ്. ഓക്കെ, ഇനി ആളുകളെ പേര് അനീസിയ, അബ്ദുസമദ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹി ഹാസ്, അവൻക്കുണ്ട്, അയാൾക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട് എന്നുള്ള. ഓക്കെ, നമുക്കൊരു ഉടമസ്ഥതാവകാശം ഉണ്ട്, ഒരു പൊസഷൻ, ഉടമസ്ഥതാവകാശം ഉണ്ട് എന്ന് പറയാനാണ് ഈ ഹാവ്, ഹാസ്. ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. നോക്കാം. അപ്പോൾ അവൻക്കുണ്ട് എന്ന് എങ്ങനെ പറയാം? He has. He has. അവൾക്കുണ്ട്. She has. She has. ഇതിനുണ്ട്. It has. It has. ഓക്കെ, എൻ്റെ അച്ഛൻക്കുണ്ട്. My father has. My father has. അബ്ദുൾ റഹീമിനുണ്ട്. Abdul Rahim has. Abdul Rahim has. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാസ് എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഹാവ് പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അത് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വാച്ച് ചെയ്യണം, എന്നിട്ടേ ഇത് മുഴുവനാക്കാവൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഹാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. കൺഫ്യൂഷനായോ? ഡസ് പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാസ്. ഓക്കെ, ഈ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും. ഡസ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഹാവിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു പ്ലസ് ഹാവ്, ഡു പ്ലസ് ഹാവ്, ഹാവ്. ഡസ് പ്ലസ് ഹാവ്, ഹാസ്. ഓക്കെ, ഡു, ഡസ്. ഓക്കെ, പ്ലൂരലിൻ്റെ കൂടെ ഡു, സിംഗുലറിൻ്റെ കൂടെ ഡസ്. ഓക്കെ, ഡു പ്ലസ് ഹാവ്, ഹാവ്. ഡസ് പ്ലസ് ഹാവ്, ഹാസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹി ഹാസ്. ഹി ഡസിൻ ഹാവ്. ഹി ഡസിൻ ഹാവ്. ഹി ഡസിൻ ഹാസ് പറയാൻ പാടില്ല. നമ്മളിവിടെ ഈ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസും ഹാവും ആക്കി മാറ്റിയിട്ടുണ്ട്. ഹി ഡസിൻറ്റ് ഹാവ്. എങ്ങനെ പറയാം? ഹി ഡസിൻ ഹാവ്. അവൻക്കില്ല, അവൻ്റെ അടുത്തില്ല എന്നുള്ളൊരു മീനിങ്. ഓക്കെ, നമുക്ക് നോക്കാം. അവൻക്കുണ്ട്. He has. He has. അവൻക്കില്ല. He does not have. He doesn't have. ഈ ഡസ് നോട്ട് ഹാവ് എന്നുള്ളതൊന്ന് ഷോർട്ടായി പറയുമ്പോൾ ഡസിൻ ഹാവ്. ഹി ഡസിൻ ഹാവ്. ഹി ഡസിൻ ഹാവ്. അവൻക്കില്ല. ഇനി അവൾക്കുണ്ട് എന്ന് എങ്ങനെ പറയാം? She has. She has. അവൾക്കില്ല. She doesn't have. She does not have. ഷി ഡസിൻ ഹാവ്. ഷി ഡസിൻറ്റ് ഹാവ്. അവൾക്കില്ല. ഇനി ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി നമ്മൾ പറയാണ്, ഇതിനുണ്ട്. It has. It. It has. ഇറ്റ് ഹാസ്. ഇറ്റ് ഹാസ്. ഇതിനുണ്ട്. ഇതിനില്ല കേട്ടോ. It does not have. It doesn't have. ഇറ്റ് ഡസിൻ ഹാവ്. ഇറ്റ് ഡസിൻ ഹാവ്. ഓക്കെ, ദെൻ റഹീമിനുണ്ട്. Rahim has. Rahim has. റഹീമിൻ്റെ അടുത്തില്ല. Rahim doesn't have. Rahim does not have. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഹി ഹാസ്. അവൻക്കുണ്ട്. അവൻക്ക് ഫാദർ ഉണ്ട്. He has a father. He has a father. അവൻക്ക് മദർ ഉണ്ട്. He has a mother. He has a mother. അവൻക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്. He has 3 brothers. He has 3 brothers. അവൻക്ക് 2 പെങ്ങന്മാരുണ്ട്. He has 2 sisters. He has 2 sisters. അവൻ്റെ അടുത്തൊരു കാറുണ്ട്. He has a car. He has a car. അവൻക്ക് ലൈസൻസ് ഉണ്ട്.
He has a license. He has a license. ഓക്കെ, ഇനി അവൻക്കില്ല. ഹി ഡസൻ ഹാവ്. ഹി ഡസൻ ഹാവ്. അവൻക്ക് ഇന്ന് വർക്കില്ല കേട്ടോ. He does not have work today. He doesn't have work today. നമുക്ക് ഡസൻറ്റുമ പിടിക്കാം. ഓക്കെ, ഹി ഡസൻ ഹാവ് വർക്ക് ടുഡേ. അവൻ്റെ അടുത്ത് ക്യാഷ് ഒന്നുമില്ല ബായ്. He doesn't have cash. He doesn't have cash. അവൻക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. He doesn't have a previous experience. He doesn't have a previous experience. അവൻക്ക് ദുബായിൽ ബിസിനസ് ഒന്നുമില്ല. He doesn't have a business in Dubai. He doesn't have a business in Dubai. അവൻക്ക് ഈ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പും ഇല്ല. He doesn't have any partnership in this business. He doesn't have a partnership in this business. അവൻക്ക് മാനേജറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. He doesn't have any connection with the manager. He doesn't have any connection with the manager. ഓക്കെ, നെക്സ്റ്റ്. ഷീ ഹാസ്. അവൾക്കുണ്ട്. അവൾക്ക് 2 പെൺമക്കളുണ്ട്. She has 2 daughters. She has 2 daughters. നമ്മളൊരു ചേച്ചിനെ പറ്റി പറയാണ് കേട്ടോ. ഓക്കെ, ദെൻ അവൾക്ക് 2 പെൺമക്കളുണ്ട്. She has 2 daughters. അവൾക്കൊരു മകനുണ്ട്. She has a son. ഷീ ഹാസ് എ Son. സൺ. ഓക്കെ, അവൾക്ക് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. She has work. She has work. അവൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. She has her own business. She has her own business. ഓക്കെ, ദെൻ അവൾക്ക് ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. She has experience in teaching. She has experience in teaching. ഓക്കെ, ദെൻ അവൾക്കില്ല. ഷി ഡസൻ ഹാവ്. She doesn't have experience in teaching. എങ്ങനെ പറയാം? ഷി ഡസൻ ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്, അല്ലെങ്കിൽ ഷി ഡസൻ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. ഓക്കെ, അവളുടെ അടുത്ത് കാറൊന്നും ഇല്ല കേട്ടോ. She doesn't have a car. She doesn't have a car. ഓക്കെ, അവളുടെ അടുത്ത് ലൈസൻസ് ഇല്ല. She doesn't have a license. She doesn't have a license. ഓക്കെ, അവൾക്ക് ഇവിടെ പ്രോപ്പർട്ടി ഒന്നും ഇല്ല കേട്ടോ. She doesn't have a property here. She doesn't have a property here. ഓക്കെ, നെക്സ്റ്റ്. ഒരു ബിൽഡിങ്ങിനെ പറ്റി പറയാം. ഇറ്റ് ഹാസ്. ഇറ്റ് ഹാസ്. ഇതിനുണ്ട്. ഇതിന് 3 ഫ്ലോർസ് ഉണ്ട് കേട്ടോ. It has 3 floors. It has 3 floors. നമ്മളൊരു വീടിനെ പറ്റി പറയാണ് കേട്ടോ. വീടിന്റെ പ്ലാനിങ് നോക്കിയിട്ട് പറയാണ്. ഇതിന് 2 ഫ്ലോർസ് ഉണ്ട്. It has 2 floors. It has 2 floors. ഇതിന് 4 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. It has 4 bedrooms. It has 4 bedrooms. ഓക്കെ, ഇതിന് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് It has swimming pool. It has swimming pool. ഓക്കെ, ഇനി ഒരു വണ്ടിയെ പറ്റി പറയാണ്. ഓക്കെ, നമ്മൾ ഇതിന് എയർ ബ്രേക്ക് ഉണ്ട്. It has air brake. It has air brake. ഇതിന് എയർ ബാഗ് ഉണ്ട്. It has a airbag. It has an airbag. ഓക്കെ, ഇതിനൊരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. It has a small complaint. It has a small complaint. ഓക്കെ, പിന്നെ ഇതിന് വാറൻറ്റി ഉണ്ട്. It has a warranty. It has a warranty. ഇതിന് 2 years ഗ്യാരണ്ടി ഉണ്ട്. It has 2 years of guarantee. It has 2 years guarantee. ഓക്കെ, ഗുഡ്. ഇനി ഇതിനില്ല. ഇറ്റ് ഡസൻ ഹാവ്. ഇറ്റ് ഡസൻ ഹാവ്. എങ്ങനെ പറയാം? ഇറ്റ് ഡസൻ ഹാവ്. ഇതിന് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. It doesn't have a complaint. It doesn't have a complaint. ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. It doesn't have a guarantee. It doesn't have a guarantee. ഇതിന് എയർ ബാഗ് ഒന്നുമില്ല കേട്ടോ. നമ്മളൊരു വണ്ടിയെ പറ്റി പറയാം. ലോക്കൽ വണ്ടിയാണ്. ഇതിന് എയർ ബാഗ് ഒന്നുമില്ല. It doesn't have a airbag. It doesn't have an airbag. നമ്മളൊരു ബിൽഡിങ്ങിനെ നോക്കി പറയും. ഇതിന് എന്തില്ല? ലിഫ്റ്റ് ഒന്നുമില്ല. It doesn't have a lift. It doesn't have a lift. ഓക്കെ, ഇതിന് കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. It doesn't have a complaint. It doesn't have a complaint. ഇറ്റ് ഹാസ്. ഇതിനുണ്ട്. ഇറ്റ് ഡസൻ ഹാവ്. ഇതിനില്ല. ഓക്കെ, ദെൻ എൻ്റെ അച്ഛനക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്. My father has a business in Dubai. My father has a business in Dubai. എൻ്റെ ഫാദറിന് ആ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല. My father does not have any partnership in that company. My father doesn't have a partnership in that company. ഓക്കെ, എൻ്റെ ഫാദറിൻ്റെ അടുത്ത് കാറൊക്കെ ഉണ്ട്. My father has a car. My father has a car. ഫാദറിന് UAE ലൈസൻസ് ഇല്ല കേട്ടോ. My father doesn't have a UAE license. My father doesn't have a UAE license. എൻ്റെ അമ്മയ്ക്ക് ജോബൊക്കെ ഉണ്ട് കേട്ടോ. My mother has a job. My mother has a job. എൻ്റെ അമ്മയ്ക്ക് 2 ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. My mother has 2 brothers. My mother has 2 brothers. എൻ്റെ അമ്മയ്ക്ക് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. My mother doesn't have sisters. My mother doesn't have any sisters. ഓക്കെ, എൻ്റെ അമ്മയ്ക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. My mother doesn't have any Gulf experience. My mother doesn't have any Gulf experience. ഓക്കെ, റഹീമിന് ദുബായിൽ ബിസിനസ് ഉണ്ട്. Rahim has a business in Dubai. Rahim has a business in Dubai.
റഹീമിന് കേരളത്തിൽ ബിസിനസ് ഒന്നുമില്ല കേട്ടോ. Rahim doesn't have a business in Kerala. Rahim doesn't have a business in Kerala. ഓക്കെ, ഹാസ് ഉണ്ട്, ഡസൻ ഹാവ് ഇല്ല. ഒന്ന് പറഞ്ഞേ. യെസ്, ഹാസ് ഉണ്ട്, ഡസൻ ഹാവ് ഇല്ല. ഓക്കെ, അദ്ദേഹത്തിന് ഒരു കാറുണ്ട്. ഹി ഹാസ് എ കാർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാറൊന്നുമില്ല. ഹി ഡസൻ ഹാവ് എ കാർ. എൻ്റെ ഫാദറിന് ദുബായിൽ ബിസിനസ് ഉണ്ട്. മൈ ഫാദർ ഹാസ് എ ബിസിനസ് ഇൻ ദുബായ്. എൻ്റെ ഫാദറിന് ദുബായിൽ ബിസിനസ് ഒന്നുമില്ല. മൈ ഫാദർ ഡസൻ ഹാവ് എനി ബിസിനസ് ഇൻ ദുബായ്. ഓക്കെ, ഇതിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഇറ്റ് ഹാസ് എ കംപ്ലൈൻറ്റ്. ഇതിന് കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. ഇറ്റ് ഡസൻ ഹാവ് എനി കംപ്ലൈൻറ്റ്. ഇറ്റ് ഡസൻ ഹാവ് എനി കംപ്ലൈൻറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. ഷീ ഹാസ് അവൾക്കുണ്ട്. ഷീ ഡസൻ ഹാവ് അവൾക്കില്ല. മനസ്സിലായോ? ഓക്കെ, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഭൂരിഭാഗം ആളുകളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഹാസ്, ഡസൻ ഹാവ്. ഓക്കെ, അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനാണ്, അവൻക്കുണ്ടോ, അവൾക്കുണ്ടോ? നിൻ്റെ ഫാദറിന് ദുബായിൽ ബിസിനസ് ഉണ്ടോ? നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ? നിൻ്റെ ബ്രദറിന് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ. അതോടൊപ്പം അവൻക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? അവൻക്ക് ഈ ഫീൽഡിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? അവൻക്ക് ദുബായിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്, എത്ര ഷോപ്പുകളുണ്ട്? ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാമെന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ മറക്കാതെ വാച്ച് ചെയ്യുക. സോ ഡിയേഴ്സ്, ഇന്നത്തെ ആക്ടിവിറ്റി, അവൻക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്, അവൻക്ക് ഈ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല. ഓക്കെ, ഈ 2 സെൻറ്റൻസുകൾ നിങ്ങൾ എന്താ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെലക്ട് ചെയ്യുന്ന കമൻസിന് അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ മറക്കാതെ വാച്ച് ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്സുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തിനാ മടിക്കുന്നത്? നമ്മൾ ഈ മലയാളികൾക്ക് ഭയങ്കര മടിയാണ് താങ്ക്സ് പറയാൻ. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു താങ്ക്സ് എങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Yes. Thank you so much for watching this video. Yes, we will see you in the next video. Bye. Take care. Bye. MT's Academy.